നമസ്കാരം, ഏവർക്കും കൊറിഡ്സ്മാനയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഒരു അടിപൊളി സ്ട്രോബെറി ഐസ്ക്രീം എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാൻ നമുക്ക് പഠിക്കാം. അപ്പോൾ ഒരു ചെറിയൊരു ഫണ്ണിന് വേണ്ടിയിട്ട് ഞാൻ ഐസ് ക്യൂബ്സിന് പകരം ഞങ്ങളുടെ വീടിൻ്റെ വെളിയിലുള്ള കുറച്ച് സ്നോ ആണ് എടുത്തേക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും. ഇപ്പോൾ സ്നോയിങ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്നോ ഞാൻ വെളിയിൽ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് ഉപയോഗിക്കാം. അപ്പോൾ നല്ല വെള്ളമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. സാധാരണ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഐസ് ക്യൂബ്സ് ഉണ്ടാക്കുക. കാരണം ഇത് നമ്മൾ ഐസ്ക്രീമിനകത്തേക്ക് ഉപയോഗിക്കുന്നതല്ല, ജസ്റ്റ് കോൾഡിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ വിപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വിപ്പ് ക്രീം ഉണ്ടാക്കണം അതേ പാത്രവും അതുപോലെ തന്നെ നല്ല ഫ്രീസിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. റൂം ടെമ്പറേച്ചർ നല്ല കോൾഡ് അല്ലെങ്കിൽ ഇത് മെൽറ്റ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ നാട്ടിലൊക്കെ ചൂടുണ്ടായതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് നല്ല ഫ്രീസ് ചെയ്തിട്ട് വേണം ഈ പാത്രങ്ങളും ഇതൊക്കെ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ വിപ്പ് റെഡിയാവില്ല. അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പിൽ നല്ല ഫ്രീസ് ചെയ്തിട്ട് എൻ്റെ ആ പാത്രവും വിസ്കും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം നല്ല ഹെവി വിപ്പിംഗ് ക്രീമാണ്. നന്നായിട്ട് ബീറ്റർ ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ വീട്ടിൽ വിസ്കാണുള്ളതെങ്കിൽ ഒരുപാട് നേരം കൈ മാറ്റാതെ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പം എളുപ്പമുള്ളവരാണെങ്കിൽ ബീറ്റർ ഒരെണ്ണം വാങ്ങിക്കുക. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ബീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റും ഐസ്ക്രീം. അധികം പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലാത്തതിലൊക്കെ ഒത്തിരി സാധനങ്ങളൊക്കെ ഇവർ ഉപയോഗിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇത് വെജിറ്റേറിയൻസിന് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഐസ്ക്രീമാണ്. ഇതിനകത്ത് മുട്ട ആഡ് ചെയ്യുന്നില്ലല്ലോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 കപ്പ് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. മധുരം അനുസരിച്ച് അത്യാവശ്യം ചേർത്താൽ മതി. നമ്മൾ ഇതിനകത്ത് പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല. പിന്നെ സ്ട്രോബെറിയുടെ എസൻസ്, സ്ട്രോബെറി സിറപ്പ് ഉണ്ടെങ്കിൽ നല്ലതാണേ. അത് 1 ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതിനെ ഒന്ന് അടിച്ചെടുക്കാം. ബീറ്റ് ചെയ്ത് ഒരു റൗണ്ടിൽ തന്നിട്ട് നന്നായിട്ട് കറക്കി ഇങ്ങനെ എടുക്കുമ്പം കറക്റ്റായിട്ട് റെഡിയാവും. അപ്പോൾ ഒരുപാടങ്ങ് നമ്മൾ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കണം, കേക്കിന് ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കണ്ട. അപ്പോൾ ഈ ജസ്റ്റ് ഈ ഒരു ഫോമിലാക്കി എടുക്കുക. ഒരുപാട് കട്ടിയാക്കരുത്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഏതെങ്കിലും ഒരു കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് ഫ്രീസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നികത്തുക. അപ്പോൾ ഞാൻ ഇതിനകത്ത് അധികം പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. സ്ട്രോബെറിയുടെ എസൻസ് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. പിന്നെ കണ്ടൻസ് മിൽക്ക് ഗീത അമ്മയുടെ എന്ന് വെച്ചാൽ അതിനകത്തൊരു ഹാപ്പി ബ്ലോഗ് വിത്ത് ഗീത എന്ന് പറയുന്നൊരു ആൻറ്റി ഉണ്ട് നമ്മുടെ യൂട്യൂബിലെ. ആൻറ്റിയുടെ ചാനൽ നോക്കിയിട്ടാണ് ഞാൻ കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി കണ്ടൻസ് മിൽക്കാണ്. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഒരു സ്പൂണിൻ്റെയോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് കറക്റ്റായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടൻസ് മിൽക്കൊക്കെ ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പർ ഇതിന് മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒരുപാട് അമുക്കരുത്, ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാനേ പാടുള്ളൂ. ഇനി എന്തെങ്കിലും ഒരു ലിഡോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെ കവറോ എന്തെങ്കിലും ഒരു അടപ്പോ വെച്ചിട്ട് ഇങ്ങനെ അമുക്കി വെക്കുക. എന്നിട്ട് അടച്ചൊരു 2 മണിക്കൂറത്തേന് നമുക്കൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. സംഭവം നല്ല അടിപൊളി ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. നല്ല സ്ട്രോബെറിയുടെ ആ ഒരു മണമൊക്കെ വരുന്നുണ്ട്. നോക്കിക്ക് ഇളക്കിയെടുത്തപ്പോൾ നല്ല അടിപൊളി ഐസ്ക്രീമിൻ്റെ രൂപത്തിൽ തന്നെ കിട്ടി. സംഭവം ഫ്ലോപ്പൊന്നും ആയിട്ടില്ല. അപ്പോൾ നല്ല ഒരു കുറച്ച് എന്താ പറയുക, എന്തെങ്കിലും സിറപ്പോ നല്ല കേക്കൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇവിടെ സ്ട്രോബെറിയുടെ സിറപ്പ് ഉണ്ടാക്കിയതാണ്. അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഒരു വീഡിയോയിൽ അതിനകത്ത് കാണും. അപ്പോൾ വല്ലപ്പോഴൊക്കെ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സും എൻ്റെ ചാനലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ കുറച്ച് ചെറി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അലങ്കരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രോബെറി ഉപയോഗിച്ചിട്ട് അലങ്കരിക്കാം. കുറച്ച് കേക്കൊക്കെ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി സ്ട്രോബെറി ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ്സ് ഇടുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് എന്നത്തെയും പോലെ തന്നെ കുറവാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. See you next video. Bye bye.